ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم رب يسر ولا تعسر بزدنا علما وحلما وحفظا وعقلا وأدبا كاملا. رب تمم بالخير والسعادة برحمتك يا أرحم الراحمين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. الحمد لله على كل حال ونعوذ بالله من أحوال أهل النار. بسم الله ما شاء الله لا يسوق الخير إلا الله. بسم الله ما شاء الله لا يصرف السوء إلا الله. بسم الله ما شاء الله ما كان من نعمة فمن الله. بسم الله ما شاء الله لا حول ولا قوة إلا بالله. الله سبحانه وتعالى പരിശുദ്ധവും പരിപാവനവുമായ മജ്‌ലിസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നമുക്ക് അല്ലാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പറയുവാനും കേൾക്കുവാനും നമ്മുടെ ഹൃദയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാനും ഈ മജ്‌ലിസിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഈമാനിനേക്കാൾ ശോഭയുള്ള, വെളിച്ചമുള്ള, ശക്തി പകർന്ന, ഔന്നത്യം പ്രാപിച്ച ഒരു ഈമാനുമായിട്ട് ഈ ഇരിപ്പിടം വിട്ടുപോകാൻ, ഇവിടുന്ന് എഴുന്നേക്കാൻ മഗ്ഫൂറൻ ലക്കും ഖൂമൂ മഗ്ഫൂറൻ ലക്കും. ഹദീസിൽ കാണാം, ഒരു മജ്‌ലിസിൽ നമ്മൾ ഇൽമിൻ്റെ മജ്‌ലിസിൽ വന്നിരിക്കുമ്പോൾ, അവസാനം അള്ളാഹുവിൻ്റെ ദിക്റിൻ്റെ മജ്‌ലിസിൽ വന്നിരിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ സ്മരണയുള്ള, ആഖിറത്തിനെ ഓർമ്മപ്പെടുത്തുന്ന മജ്‌ലിസിൽ വന്നിരുന്നിട്ട് അവസാനം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മളോട് പറയപ്പെടുന്ന ഒരു വർത്തമാനമാണ് ഖൂമൂ മഗ്ഫൂറൻ ലക്കും. നിങ്ങൾ പാപമോചിതരായിട്ട് എഴുന്നേക്കൂ എന്ന്. നിങ്ങൾ പാപമോചിതരായിട്ട് എഴുന്നേക്കൂ. ഖൂമൂ ഖൂമൂ സ്റ്റാൻഡപ്പ്. മഗ്ഫൂറൻ ലക്കും പാപങ്ങൾ പൊറുത്തവരായിട്ട് എഴുന്നേക്കൂ എന്ന് പറയുന്നത്. എങ്ങനെ ഈ പാവം പുറത്തവരായിട്ട് എഴുന്നേക്കുന്നത്? ഇരിക്കുന്ന മജ്‌ലിസിൽ മഗ്ഫിറത്തിന് കാരണമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കൊണ്ടുവന്ന പാവങ്ങൾ. നമ്മളിപ്പോൾ ഒരു ചുമടുമായിട്ട് വന്നിരിക്കുന്നവരാ, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും നേരം വെളുത്ത് നമ്മുടെ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് നമ്മൾ ഈ മഹത്തായ മജ്‌ലിസിൽ വന്നിരിക്കുന്നതിനകത്ത് നമ്മുടെ കൽവ് കൊണ്ടും കണ്ണുകൊണ്ടും കാതുകൊണ്ടും നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ട് വന്നിരിക്കുന്നവരാ. ഒരു വലിയ ചുമടും പേറി വന്നിരിക്കുന്നവരാ. വലിയ ചുമടുമായിട്ട് വന്നവരെ നിങ്ങളുടെ ചുമടുകൾ ഇറക്കി വെച്ചിട്ട് നിങ്ങൾ എഴുന്നേറ്റ് പോയി. അള്ളാഹു കബൂലാക്കി തരട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു അതിനുള്ള തൗഫീഖ് തരട്ടെ. നമ്മുടെ പാവങ്ങൾ പൊറുപ്പിക്കുന്ന മജ്‌ലിസായിട്ട് അള്ളാഹു മജ്‌ലിസിനെ കബൂലാക്കി. ഞാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ പറഞ്ഞുകൊണ്ട് വന്നതിനെ തുടർന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ മജ്‌ലിസ് ഒരുപാട് നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കും. നമ്മുടെ സ്ഥാപനത്തെ, നമ്മുടെ നാട്ടിനെ, നമ്മുടെ ഓരോരുത്തരുമേ നമുക്കുള്ള സംസ്കരണത്തിൻ്റെ, തസ്കിയത്തിൻ്റെ, തർബിയത്തിൻ്റെ മജ്‌ലിസാണ്. ബഹുമാനപ്പെട്ട അഭിവന്ദനായ നൂറുൽ ഉലമ കെ.പി. അബൂബക്കർ ഹസ്രത്ത് തവല്ലല്ലാഹു ഉംറഹു ദാമത് ബറകാതുഹു വഅഫാലല്ലാഹു മിൻ ഫുയൂനാതിഹി ബിഉലൂമിഹി ആമീൻ. മഹാനവരുടെ സ്മരണയിൽ, മഹാനവരുടെ പറഞ്ഞുകൊണ്ട് വളരെ അസുഖബാധിതനായി അസീസിയ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നമ്മുടെ ദക്ഷിണ കേരളത്തിൻ്റെ എന്ന് മാത്രമല്ല കൈരളിയുടെ, കേരളത്തിൻ്റെ ആത്മീയ സൂര്യൻ, അവരുടെ പ്രായത്തിൽ വളരെ ലളിതമായ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ 20-25 വയസ്സിൽ തന്നെ അവർ ആദ്യ ഫൈസി ഡിഗ്രി എടുത്ത് പുറത്തു വന്നിട്ട് ദർസ് അങ്ങോട്ട് തുടങ്ങി ആയിരക്കണക്കിന് പണ്ഡിതന്മാർക്ക് ജന്മം നൽകി
ഒരു പ്രസ്ഥാനങ്ങൾക്കും ഏതെങ്കിലും ഒരുപാട് സംഘടനകളുണ്ട്. ഒരു സംഘടനയുടെ പ്രസ്ഥാനത്തിൻ്റെയോ വൈജാത്യത്തിൻ്റെയോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ മനസ്സാലെ സ്നേഹിക്കുന്ന, എല്ലാവരും ഹൃദയത്തിൻ്റെ കണ്ണിലുണ്ണിയായിട്ട് കാത്തു സൂക്ഷിക്കുന്ന അബ്ദുൽ നാസർ മഅദനിയെ പോലുള്ള ചരിത്രത്തിൻ്റെ ഇതിഹാസങ്ങൾക്ക് ജന്മം നൽകിയ ഒരുപാട് ഞങ്ങളൊക്കെ ഹൃദയത്തിൻ്റെ വെളിച്ചമായിട്ട് നമ്മൾ കൊണ്ടുകിടക്കുന്ന നമ്മുടെയൊക്കെ അവസാന അത്താണിയും വാക്കും ദക്ഷിണ ജമ്യത്തിലുമയുടെയും അനന്യ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ആത്മീയ സൂര്യനായിട്ടുള്ള സ്രോതസ്സായിട്ടുള്ള ബഹുമാനപ്പെട്ടവർ ഇന്നവിടെ ക്ഷീണിതനായിട്ട് കിടപ്പിലാണ് സിസിയിലുള്ളത്. അവരുടെ കാര്യം പറഞ്ഞിട്ട് ഉസ്താദ് ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. കാരണം ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഞാനിവിടെ വന്നിട്ട് മെസ്സേജ് നോക്കുമ്പോൾ കാണും. ഞാൻ അപ്പോഴേ ഉസ്താദിന് ഫോർവേഡ് ചെയ്ത് ഞങ്ങളുടെ അൽഫർദൂസില്ല. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ ഉസ്താദ് എനിക്ക് ഫോർവേഡ് ചെയ്തിരിക്കുന്ന അൽഫർദൂസ് ഉസ്താദ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മളെല്ലാവരും ആ ഒരു വിഷമത്തിലാണ് ഉള്ളത്. അപ്പോൾ മഹാനവറുകളെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ മജ്ലിസ് തുടങ്ങുന്നത് ഞാൻ പലപ്പോഴും മജ്ലിസിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ ഈ പറയുന്നതിൻ്റെ, കേൾക്കുന്നതിൻ്റെ, ഇരിക്കുന്നതിൻ്റെ, ദുആ ചെയ്യുന്നതിൻ്റെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബറക്കത്തുകൊണ്ട് മഹാനവർക്ക് അള്ളാഹു ഷിഫ കൊടുക്കട്ടെ, സലാമത്ത് കൊടുക്കട്ടെ, റാഹത്ത് കൊടുക്കട്ടെ. മുമ്പൊരു വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഒരു സുഹൃത്തും കൂടി അസീസിയ മെഡിക്കൽ കോളേജിൽ പോയി മഹാനുകളെ കണ്ടിട്ട് അന്ന് നമ്മുടെ സ്ഥാപനം അടവില്ല. അന്ന് നമ്മുടെ സ്ഥാപനം വളരെ വിഷമകരമായ ഒരവസ്ഥയിൽ അടച്ചിട്ടിരിക്കുമ്പോഴാണ് ഒരു വെള്ളിയാഴ്ച ഞാനും എൻ്റെ സുഹൃത്തൊരു മന്നാനിയുമായിട്ട് അവിടെ ചെന്ന് കണ്ടിട്ട് സ്ഥാപനത്തിൻ്റെ വിഷമം പറഞ്ഞു. അപ്പോൾ ഉസ്താദ് ദുആ ചെയ്തു, പ്രത്യേകിച്ച് കാര്യങ്ങൾ ചോദിച്ചു. അന്ന് അത്യാവശ്യം ഓർമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ദുആ ചെയ്തു, ഇങ്ങോട്ട് ഉപദേശങ്ങളൊക്കെ തന്നു. വലിയ സന്തോഷമായി. കാണുമെന്നും പ്രതീക്ഷിച്ച് പോയതല്ല, പക്ഷെ കാണാൻ കഴിഞ്ഞു. ദുആ ചെയ്തു. നമ്മുടെ സ്ഥാപനത്തിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു. അള്ളാഹു ഇക്കഴിഞ്ഞ നമ്മുടെ ഒരു പ്രോഗ്രാമിന് ഞാനും ഷാഫി സാഹിബ് ചെന്ന് പറയുമ്പോൾ മിക്ക സ്ഥലത്തും പ്രോഗ്രാംസ് ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുക, അവർ പരിപാടിക്ക് പോകലില്ല. പക്ഷെ ഞങ്ങൾ സ്ഥാപനത്തിൽ ആ വിഷമത്തിനിടയിലും പ്രയാസത്തിൻ്റെ ഇടയിലും നീതി വന്ന കാര്യം വെച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിൽ വന്നു. ആത്മീയമായ സാന്നിധ്യം കൊണ്ട് നമുക്ക് അനുഗ്രഹമേകി അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. അവിടെ ബറക്കത്ത് അള്ളാഹു നീട്ടിത്തരട്ടെ. അവരുടെ തണൽ നമുക്ക് അള്ളാഹു ഇനിയും തരട്ടെ. അവരുടെ കാലശേഷം എന്ത് എന്നന്തം വിട്ട് അന്താളിച്ച് അന്തരീക്ഷത്തിലേക്ക് നോക്കിയിരിക്കുന്ന ഒരുപാട് നിഷ്കളങ്കരായ ഉലമാക്കള് അവർ കണ്ണീരോടെ ആകാശത്തിലേക്കൂടെ തമ്പുരാന്റെ ദർബാറിലേക്ക് കൈയുയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നിമിഷത്തിലാണ് നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉസ്താദ് പറഞ്ഞു വെച്ചതിൻ്റെ തുടർച്ചയാണ് ഞാൻ പറയുന്നത്. ഈ സലാത്ത് നമ്മുടെ പാപമോചനത്തിനുള്ളതാണ്. ഈ സലാത്ത് നമ്മുടെ ആത്മീയമായ ചൈതന്യം വളർത്തുന്നതാണ്. അതുകൊണ്ട് ഈ മജ്ലിസിൽ വന്നിരിക്കുന്നവര്, ഞാൻ യഥാർത്ഥത്തിൽ ഇന്ന് രാവിലെ ഇന്ന് വളരെ നേരത്തെ തന്നെ ഞാൻ ഞങ്ങളൊരു വാക്കവി ഉസ്താദായിട്ട് തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ പോയി ക്ഷീണിതനായിട്ട് വരുന്നു. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇന്നെങ്കിൽ ലീവ് എടുക്കാം. ഉസ്താദ് ഇന്നലെ പറഞ്ഞിട്ടാണ് പോയത്. ഉസ്താദ് ഞാൻ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റൽ അവസ്ഥ എപ്പോഴും എത്തുമെന്ന് അറിയാൻ പറ്റില്ല. അപ്പം എനിക്കിന്ന് വരാതിരിക്കാം. പക്ഷെ അല്ല, ഈ മജ്ലിസിൽ വരണം. ഇത് നഷ്ടപ്പെടുത്താനുള്ള മജ്ലിസ് അല്ല. നമുക്ക് കഴിവുകളുണ്ട്. പറഞ്ഞാൽ ഉസ്താദ് നടത്തിക്കോളും, ഉസ്താദോടെ നിന്നോളും, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാലും അതല്ല, ഞാൻ ചിന്തിച്ചതല്ല. ഈ മജ്ലിസിൽ വരണം. നമ്മളെല്ലാവരും അങ്ങനെ ചിന്തിക്കണം. ഈ മജ്ലിസ് വരണം. ആഴ്ചയിൽ നമ്മൾ ഈ മജ്ലിസ് മിസ്സാക്കി കളയരുത്. നമ്മളിലുള്ള തുച്ഛമായ ചെറിയ ഈമാനുകളുമായിട്ട് ചേർന്നിരുന്ന് ഈമാനെ കുറിച്ച് സംസാരിച്ച് നമ്മുടെ ഈമാനെ ശോഭയുള്ളതും വെളിച്ചമുള്ളതും പ്രകാശമുള്ളതുമാക്കിയിട്ട് തിരിച്ചു പോകണം. അത് നമ്മുടെ അടുത്ത ഒരാഴ്ചത്തെ ജീവിതത്തിൻ്റെ പവറാണ്. നമ്മൾ റമദാൻ വരുമ്പോൾ ആ റമദാനിൽ നമ്മളൊരു ഈമാനിൻ്റെ തഖ്വയുടെ പവർ ആർജിച്ചെടുക്കും പോലെ ആഴ്ചക്കാഴ്ച വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ പോയിട്ട് ഉസ്താദിൻ്റെ പ്രസംഗം കേട്ടിട്ട് പെണ്ണുങ്ങളുടെ ബഹളം കേട്ടാൽ മതി. പൂച്ചവെല്ലാം കിടക്കി കയറിയാൽ നോക്കിയാണ്. പ്രശ്നം വല്ലതും ഉണ്ടാ? കുഴപ്പമില്ലല്ലോ. നഗറാനെ അവിടെ വല്ലതും ഉണ്ടോ? പ്രശ്നം വല്ലതും ഉണ്ടോ നോക്കിയാണ്. ഓക്കെ ആണോ നോക്കിയാണ്? പോയല്ല, ശരി. അപ്പൊ ശ്രദ്ധിക്കും. അപ്പൊ പറഞ്ഞു വന്ന വിഷയം നമ്മളെന്താ പറഞ്ഞു വന്നത്? ഫ്ലോ അങ്ങ് പോയി, കേട്ടില്ല. മുടക്കാത്ത സലാത്ത് മജ്ലിസുകൾ നമ്മൾ. അപ്പൊ ഞാൻ എന്തിനാ ഓടി വന്നത്? എനിക്ക് വീട്ടിൽ ഇരിക്കാം, വീട്ടിൽ കിടക്കാം, ഇന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നോക്കണം. ഉസ്താദിന്റെ പറഞ്ഞു വെച്ചോണ്ട് ഇനിയിപ്പോൾ ഉസ്താദ് വളം വയ്ക്കൂല, ഉസ്താദ് ഇവിടെ ഇരുന്നോളും. അപ്പോൾ അവിടെ ഞാൻ വേണമെങ്കിൽ അങ്ങനെ ഇരിക്കാം. പക്ഷെ ഞാൻ വന്നത് ബഹുമാനപ്പെട്ടവരെ, എനിക്കിത് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് ആവശ്യമുണ്ട്. എന്തിന്? നമ്മുടെ ഈമാനെ വളർത്താൻ. ഇവിടെ വന്നിട്ട് ഈമാന്റെ കാര്യം ഉസ്താദ് പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും ഒരു കുട്ടിയോട് ചേർത്തി പറഞ്ഞാലും ആരൊരാൾ നിന്ന് പറഞ്ഞാൽ മതി, അയാളുടെ നാവിലൂടെ അള്ളാഹു നമ്മുടെ ഒരാഴ്ചത്തെ ഈമാനിന്റെ പവറിനെ, നമ്മുടെ അമലിന്റെ താക്കത്തിനെ, നമ്മൾ അള്ളാഹുവിനെ കുറിച്ചും ആഖിറത്തിനെ കുറിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊന്ന് പവർഫുൾ ആകും. പറയുമ്പോഴും കേൾക്കുമ്പോഴും. എനിക്കറിയാം, ഞാൻ ഒരു ദിവസം ഒരാഴ്ച സംസാരിക്കായിരുന്നു, അടുത്തൊരാഴ്ച എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഞാനൊരു വെള്ളിയാഴ്ച പ്രസംഗം നടത്തുന്ന ഒരാളല്ല.
ഞാൻ ഇവിടെ മജ്ലിസിൽ എന്തെങ്കിലും ഖുർആൻ നോക്കി എന്തെങ്കിലുമൊക്കെ ഇന്ന് എനിക്ക് റെഫർ ചെയ്യാൻ പറ്റിയില്ല, ഇന്ന് എനിക്ക് തയ്യാറെടുക്കാൻ പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിഞ്ഞ ആഴ്ച സംസാരിച്ച വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് ഒന്നും കൂടി രണ്ടാം പാർട്ട് പറഞ്ഞ് അവസാനിപ്പിക്കണം. ചന്ദ്രൻ എന്ന അദൃശ്യ വിസ്മയെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഖുർആനികമായി ഹദീസിൽ നിന്നുകൊണ്ടേ സംസാരിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ശാസ്ത്രീയമായ വീക്ഷണങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ കഴിഞ്ഞ മജ്ലിസിൽ കഴിഞ്ഞില്ല. അപ്പോൾ അതും കൂടി പറഞ്ഞിട്ടാണ് ആ വിഷയം അവസാനിപ്പിക്കാൻ. ഇന്ന് എനിക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്നിട്ടും അന്ന് നമ്മൾ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കൊരു വെളിച്ചം ഉണ്ടാവും. അപ്പോഴാണ് ഖൂമു മഗ്ഫൂറൻ ലക്കും, പാപം പൊറുക്കപ്പെട്ടവരായിട്ട് എഴുന്നേറ്റ് പോയി. ചുമടുകളുമായിട്ട് വന്നവരെ, അടുത്ത ആഴ്ച മുതൽ ഈ ആഴ്ച വരെ നമുക്ക് കുറ്റങ്ങൾ നമ്മുടെ ഏടിൽ കുറെ എഴുതപ്പെട്ടു പോയി. പറഞ്ഞതും കേട്ടതും ചിന്തിച്ചതുമായിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിങ്ങനെ കൊണ്ടുവച്ചിട്ട് പടച്ച റബ്ബേ മാപ്പ്, അല്ലാഹുവേ നീ പൊരുത്തപ്പെടണേ എന്ന് പറഞ്ഞ് സലാമിന്റെ അകമ്പടിയിൽ പരിശുദ്ധ മദീനയെ പച്ചക്കുബ്ബെ ലക്ഷ്യമാക്കി മനസ്സിൽ കണ്ടുകൊണ്ട് പരിശുദ്ധമായി മഹ്ലറത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ നമ്മുടെ ഹബീബിന് സലാത്ത് ചൊല്ലി അത് മിസ്സാക്കി കളയരുത്. എല്ലാ ആഴ്ചയും അത് ഇജാസത്തോടു കൂടി ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി ഹസ്രത്ത് തവല്ലല്ലാഹു ഉംറഹു ദാമത് ബറകാത്തു മഹാനവർ നമുക്ക് ചിട്ടപ്പെടുത്തി 5-8 വർഷമായിട്ട് മുടങ്ങാതെ നമ്മൾ വീട്ടിലും നാട്ടിലും ഓഫിലും ഓൺലൈനിലുമായിട്ട് കൊണ്ടു നടക്കുന്ന ഈ സലാത്ത്, ഇത് നമ്മുടെ ശക്തിയാണ്, ഇത് നമ്മുടെ പവറാ, ഇത് നമ്മുടെ പവർ സ്റ്റേഷനാണ്. അപ്പം അതുകൊണ്ട് വരുന്നവർ കൃത്യമായിട്ട് വരണം. അത് ഇനിയിപ്പോൾ ആരുണ്ടായാലും ഇല്ലെങ്കിലും മജ്ലിസിൽ നമ്മൾ എത്തണം. അത് ഇന്നലുണ്ടോ ഇന്നോ എന്ന് നോക്കിയിട്ടല്ല, നമ്മളെല്ലാവരും മജ്ലിസിൽ വരണം, ബാക്കിയുള്ളവരെ കൂട്ടിക്കൊണ്ടുവരണം. ദഅവത്തിന്റെ ദാഇയുടെ സിഫത്ത് നമ്മളിലുണ്ടാകണം. അതിനെൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ഒന്ന് നല്ലതുപോലെ മനസ്സ് വയ്ക്കണം. സാധാരണ വന്നുകൊണ്ടിരുന്നവരെ ഒന്ന് ഫോൺ വിളിച്ച് ചോദിക്കാം, നമുക്കൊന്ന് മജ്ലിസിൽ പോണ്ടേ, നമുക്കൊന്ന് ദുആയ്ക്ക് പോണ്ടേ, നമുക്കൊന്ന് സലാത്ത് സലാമിന് പോണ്ടേ, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് ഉണർത്താം, മെസ്സേജ് അയക്കാം. എന്നിട്ട് അതിൻ്റെ പുണ്യം കൂടി നിങ്ങൾക്ക് കൊണ്ടുവരാം. നിങ്ങൾ വിളിച്ചിട്ട്, നിങ്ങൾ പറഞ്ഞിട്ട്, നിങ്ങളൊരു മെസ്സേജ് അയച്ചിട്ട്, വോയിസ് അയച്ചിട്ട്, അത് കേട്ടിട്ട് അവർ മജ്ലിസിൽ വന്നു, അത് കേട്ടിട്ട് അവർക്ക് ഈമാൻ ഉണ്ടായി, അത് കേട്ടിട്ട് അവർക്ക് ജീവിതത്തിൽ അമലുണ്ടായി, അവർക്ക് അതും കൊണ്ടുവന്ന അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടോ വല്ലാഹി സുബ്ഹാനഹു വ തആല നിങ്ങളുടെ അക്കൗണ്ടിൽ അതിൻ്റെ ഒരു ശൃംഖല എഴുതി വെക്കുക തന്നെ ചെയ്യും. അതാണ് ദീനുൽ ഇസ്ലാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നന്മ കാട്ടിക്കൊടുക്കുന്നവർക്ക് അല്ലാഹു നന്മ എഴുതി വെക്കുക തന്നെ ചെയ്യും. മിൻ ഐരി അൻ യൻഖുസ മിൻ അജ്ലിഹി ഷൈആ, അവന്റെ നന്മയിൽ നിന്ന് ഒരൽപ്പം പോലും കുറയാതെ അവന്റെ നന്മയിലേക്ക് അല്ലാഹു ചേർത്ത് വെക്കുക തന്നെ ചെയ്യും എന്ന്. തിന്മയും അങ്ങനെയാ. മൻ സന്നാ സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വഅജ്റു മൻ അമില ബിഹാ. ആരെങ്കിലും ഒരു നല്ല ചര്യ ഉണ്ടാക്കി വെച്ചാൽ ആരത് ചെയ്തോ, അത് ആർക്കൊക്കെ ഫലപ്പെട്ടോ അതിന്റെ പുണ്യം കൂടി അവന് കിട്ടും. ഒമൻ സന്നാ സുന്നതൻ സയ്യതൻ ഫലഹു വിസ്റുഹാ വവിസ്റു മൻ അമില ബിഹാ. ആരെങ്കിലും ഒരു തെറ്റായ ചര്യ, തെറ്റായ മാതൃക ഉണ്ടാക്കി വെച്ചാൽ ആരെല്ലാം അത് ചെയ്തുവോ അതിന്റെ കുറ്റവും യവന് കിട്ടും. വളരെ തമാശയ്ക്ക് ഒരുത്തൻ്റെ ഇരട്ട പേരുണ്ടാക്കി വെച്ചു കൊടുത്തു, അതവന്റെ നാട്ടിൽ ഫേമസ് ആയി. അതവൻ മരിച്ചിട്ടും അവന്റെ പരമ്പരകളിലും ആ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ ഈ വിളിക്കപ്പെടുന്ന ആളിന്റെ അല്പം പോലും അത് ഇഷ്ടമില്ലായിരുന്നു. വല്ലാഹി തമ്പുരാനാണ് ആ പറയുന്ന, ആ വിളിച്ചതിന്റെ മുഴുവൻ ശിക്ഷയുടെ ഒരു വിഹിതം ഈ മനുഷ്യന്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഒരു നന്മ ചെയ്തു വെച്ചാൽ അതിങ്ങനെ ഒരു സൈഡിലൂടെ വന്നുകൊണ്ടിരിക്കും പോലെ, ഒരു തിന്മ ചെയ്തു വെച്ചാൽ, ഒരു തിന്മയായ മാതൃക ഉണ്ടാക്കിയാൽ അതിങ്ങനെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതിലൊരു കുറവും വരുന്നതല്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ നന്മകളുടെ പ്രചാരകരാകുക. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് ആ വിഷയത്തിൽ പെർഫെക്റ്റ് ആണ്. എനിക്കതിൽ അവരുടെ വിഷയത്തിൽ വളരെ അഭിമാനമുണ്ട്. ഏത് നന്മയും ഏറ്റെടുത്ത് അതിനെ സംഗമിപ്പിച്ച് അതിനെ മാനേജ് ചെയ്ത് വിജയിപ്പിച്ചെടുക്കുന്ന നമ്മുടെ സഹോദരിമാർ ഒരുപാട് പ്രാവശ്യം അത് തെളിയിച്ച കാര്യമാണ്. അപ്പൊ അവരെടുത്താണ് ഞാൻ ഈ പറയുന്നത്. എനിക്കറിയാം നമ്മുടെ മജ്ലിസ് ഒരു കാര്യം അവരോട് ആവശ്യപ്പെട്ടാൽ അവർ ഏറ്റെടുക്കും. ഞാൻ അവരോട് പറയുകയാണ്, ഈ മജ്ലിസിനെ വളർത്തണം. നമ്മളിവിടെ പറയുന്ന വിലപ്പെട്ട കാര്യങ്ങൾ നമുക്കും ഒരുപാട് പേർക്ക് ഉപകാരപ്പെടണം. അതിന് ഓരോ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ദിവസങ്ങളിൽ നിങ്ങൾ കുറച്ച് സമയം ഒന്ന് ചെലവഴിക്കണം. നമ്മുടെ മെസ്സേജുകളെ, നമ്മുടെ വിഷയങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് പരിസരത്തുള്ളവരെ, വേണ്ടപ്പെട്ടവരെയൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടണം. വണ്ടികളിൽ വരുന്നവർ, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു വണ്ടി വെറുതെ വന്നിട്ട് തിരിച്ചു പോവുകയാണ്, അതിൻ്റെ അകത്ത് 2-3 സീറ്റ് വെറുതെ ഉണ്ടാവും. അപ്പോൾ അവർ ഞങ്ങളൊരു മജ്ലിസിന് പോകുന്നുണ്ട്, കുറേ ഖുർആനും കുറച്ച് ഹദീസും കുറച്ച് ദീനും കുറച്ച് സലാത്തും കുറച്ച് ദിക്റും കുറച്ച് ദുആയും സലാത്ത് സലാമൊക്കെ ഉള്ള മജ്ലിസാ, വരൂ നമുക്ക് ഒരുമിച്ച് പോയി തിരിച്ചു വരാം.
എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളോടൊപ്പം കയറിയിരുന്ന് വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം പ്രതിഫലം നമ്മൾക്ക് കിട്ടുകയാണെന്നറിയാമോ? നമ്മളെ മജ്‌ലിസ് ശക്തിപ്പെടുകയും ചെയ്യും. അൽഹംദുലില്ലാഹ്. മജ്‌ലിസ് ചിലപ്പോഴൊക്കെ അങ്ങ് ശോചനീയമായി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഒന്ന് മനസ്സ് വെച്ച് അതിനൊന്ന് ശക്തിപ്പെടുത്തണം. അപ്പോൾ അതുകൊണ്ട് വിശാലമായൊരു സംസാരത്തിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ പോകില്ല. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും കുറച്ച് സംസാരിച്ച് നമുക്കൊന്ന് പവറാകണം. പറഞ്ഞും കേട്ടും നമുക്കൊന്ന് പവറാണ്. ഞാനിന്ന് മഹാനായ ഖിദ്ർ നബി അലൈഹി സ്വലാമിൻ്റെ ദുആ ചെയ്തിട്ടാണ് തുടങ്ങിയത്. കാരണം എന്ത് പറയണമെന്ന് അന്തം വിട്ട് അന്താളിച്ച് നിൽക്കുന്ന ചില പോയിന്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ എന്ത് പറയാം, എന്താ പറയാ. അപ്പോൾ ഒരു സ്ഥലത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അറ്റത്ത് നിന്നൊരു ഒലിപ്പ്, ഒരു എന്താ പറയുക, ഒരു ഫ്ലോ നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ പറഞ്ഞ് ഇങ്ങനെ തുടങ്ങാം. അത് നമ്മൾ എഴുതിക്കൊണ്ട് വന്ന കാര്യമല്ല. അത് മേളിൽ നിന്ന് അള്ളാഹു നമ്മൾ തൗഫീക്ക് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഈ ഇരിക്കുന്ന ശ്രോതാക്കളുടെ മനസ്സിലേക്ക് അള്ളാഹ് ഇട്ടുകൊടുക്കാൻ എൻ്റെ നാവിലൂടെ അല്ലെങ്കിൽ ഉസ്താദിൻ്റെ നാവിലൂടെ അള്ളാഹു ഇട്ടു തരുന്ന കുറച്ച് ഇൽമിൻ്റെ വർത്തമാനങ്ങളാണ്. ഞാൻ ഇന്ന് അതിനെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിച്ചത്. മഹാനായ ഖിദ്ർ നബി അലൈഹി സ്വലാമിൻ്റെ ദുആ വളരെ ഫലപ്പെട്ടൊരു ദുആയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ട് സൂറത്തുൽ കഹ്ഫ് വിശദീകരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. നമ്മളെ കുഞ്ഞുങ്ങൾ ഇപ്പോഴേ രാവും പകലും അത് ചെയ്യുന്നതാ. രാവിലെ 3 പ്രാവശ്യം, വൈകിട്ട് 3 പ്രാവശ്യം അത് ചെയ്യും. വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാൻ, മാനസിക സംഘർഷത്തിൽ നിന്ന്, ഡിപ്രഷനിൽ നിന്ന്, ടെൻഷനിൽ നിന്ന്. ഈ വസ്വാസ് ഭയങ്കര പ്രശ്നവും. ഈ വസ്വാസിന്റെ കെടുതിയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് വൈതരണികൾ, പ്രതിസന്ധികൾ വരും. അത് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. ഇന്ന മഅൽ ഉസ്രി എന്ന് പറഞ്ഞാൽ ഉസ്ർ, എന്താ ഉസ്ർ? റിസ്ക്. ഒരുപാട് റിസ്കി മൊമെന്റുകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അഖബകളിലൂടെ, കടമ്പകളെ തരണം ചെയ്തിട്ടാണ് നമുക്ക് എവിടെ എത്തൂ. നമുക്ക് കടമ്പകളില്ല, നമുക്ക് റിസ്കുകളില്ല, നമുക്ക് അസുഖങ്ങളില്ല, അസ്വസ്ഥതയുള്ള പ്രശ്നമില്ല. നമ്മൾ എങ്ങും എത്താൻ പോകുന്നില്ല. നമ്മൾ അവിടെ കിടക്കുകയുള്ളൂ. നമുക്ക് എവിടെയെങ്കിലും എത്തണോ കടമ്പ, നമുക്ക് അവിടെ എത്തണമെങ്കിൽ നമ്മൾ നടക്കണം. ഒന്നും ചെയ്യാതെ നമുക്ക് എങ്ങും എത്താൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഉയരങ്ങളിലേക്ക്, വളർച്ചയിലേക്ക് പോകണമെങ്കിൽ റിസ്കുകൾ ഇങ്ങനെ വരും. പക്ഷെ റിസ്കുകളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളടുത്ത് ഒരു വലിയ വിഷയമാണ്. അത് നമ്മളെ വസ്വാസാക്കും. നമ്മുടെ മുമ്പിൽ വലിയ പ്രശ്നങ്ങൾ കൊണ്ട് തന്നിട്ട് അത് പർവ്വതീകരിച്ച് ശൈത്താൻ നമ്മളെ പേരും. അള്ളാന്റെ ഖുർആനിലെ ഒരു പ്രയോഗമാണ്. ശൈത്താൻ അവന്റെ ഇഷ്ടക്കാരെ പേടിപ്പിക്കും, ഹൗഫ് കൊടുക്കും, വല്ലാതെ പേടി. എന്താവും അങ്ങനെയാവും, ഒന്നും ആകൂല, എല്ലാം തറയിൽ കൂടെ വരും. നമ്മൾ നെവർ മൈൻഡായിട്ട് ഇതിനെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. എല്ലാം തറയിൽ കൂടെ വരുള്ളൂ. വരുന്നതിനെ നേരിടുക. ചിലപ്പം ഈ എന്താ പറയാ, പുലി പോലെ വന്നത് എലി പോലെ പോയി, മല പോലെ വന്നത് മഞ്ഞു പോലെ പോയി എന്നൊക്കെ പറയുന്ന ഒരു പ്രയോഗം ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എന്തൊക്കെയോ ആകുമെന്ന് വിചാരിച്ചിരുന്നത് ഒന്നുമല്ലാതെ അള്ളാഹു പരിഹരിച്ചു കൊണ്ടുപോയി. എന്റെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ഒരുപാട് അനുഭവമുള്ള കേസാ. എന്തു ചെയ്യാൻ? അള്ള വിധിച്ചത് ഇങ്ങോട്ട് വരും. അതിന് നമ്മൾ ക്ഷമയോടെ തരണം ചെയ്യും. അള്ള സിമ്പിളാക്കി എന്ന് കൈകാര്യം ചെയ്യും. സൂപ്പർ. പിന്നെ നമ്മളിത്ര ടെൻഷൻ അടിച്ചത് വെറുതെ ആയി. നമ്മൾ പ്രയാസപ്പെട്ടത്, നമ്മൾ റിസ്ക് എടുത്തത്, നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ച് നമ്മൾ അസുഖക്കാരായി. അപ്പൊ അതുകൊണ്ട് ടെൻഷനുകൾ മനസ്സിൽ ഉണ്ടാക്കി തരുന്നത് ശൈത്താന്റെ പരിപാടിയാണ്. ഈ പരിപാടികളിൽ രക്ഷപ്പെടാനുള്ള ഒരു നല്ല മാർഗമാണ് മഹാനായ ഖിദ്ർ നബി അലൈഹി സ്വലാമിന്റെ ദുആ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേലുള്ള സ്വലാത്ത്, വിശുദ്ധമായ ഖുർആനിന്റെ പാരായണം. ഈ ശൈത്താനിന്റെ ഷൂട്ടിങ്ങിനെ, അവന്റെ ദുർബോധനത്തെ, അവന്റെ വസ്വാസിനെ തരണം ചെയ്യാൻ നല്ല ഒരു മന്ത്രമാണ്, നല്ല മാർഗമാണ് ഈ 3 കാര്യം. ഒന്ന്, വിശുദ്ധമായ ഖുർആന്റെ പാരായണം. കണ്ടിട്ടില്ലേ ചില ആൾക്കാർ ഇങ്ങനെ വാഗ ടെൻഷനിൽ വിഷമിച്ചിരിക്കുമ്പോൾ അള്ളാഹിന്റെ ഖുർആൻ എടുത്ത് പറയാൻ അതൊക്കെ നമ്മളെങ്ങനെ അയയാൻ തുടങ്ങും. എങ്ങനെ അയയുന്നത്? നമ്മൾ റിലാക്സ് ആകാൻ തുടങ്ങും, നമ്മൾ റിലീസ് ആകാൻ. എന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്ന? ശൈത്താൻ അവനിൽ നിന്ന് പതുക്കെ അകന്നു പോവുകയും ഖുർആനിന്റെ നൂറാനിയത്ത് അവനിൽ ഇറങ്ങുകയും അവൻ ഫ്രീ ആവുകയും ചെയ്യും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സലാത്ത് ചെല്ലുമ്പോഴോ അവിടെയും അങ്ങനെ തന്നെ. ഇവൻ ചെല്ലുന്ന ഓരോ സ്വലാത്തും കണക്റ്റഡ് ആണ്. എവിടെയുമായിട്ട്? പരിശുദ്ധ റൗളയുമായിട്ട്, അള്ളാഹുവുമായിട്ട് കണക്റ്റഡ്, അള്ളാഹു റസൂലുമായിട്ട് കണക്റ്റഡ്. ആ സലാത്ത് മലക്ക് ഏറ്റെടുക്കും, അത് അവിടെ കൊണ്ട് കൊടുക്കും, ഇവിടെ നിന്ന് ഏറ്റെടുക്കും, അവിടെ കൊണ്ട് കൊടുക്കും, എഴുതി വെക്കും. 1-ന് 10 അള്ളാഹ് എഴുതി കൊടുക്കും. 1-ന് 10 റഹ്മത്ത്, 10 ദർജ, 10 മഗ്ഫിറത്ത്. ഇങ്ങനെ ഓരോന്നും നമ്മൾ അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യമാണ് സലാത്ത് എന്ന് പറയുന്നത്. ഇതിപ്പോൾ കൊടുക്കണ്ടോ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കടിയും ചായലും ഇത് പെട്ടെന്ന് മരിക്കാൻ കൊടുത്തിനങ്ങോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന ഖുർആനും അതുപോലെ തന്നെ സ്വലാത്തും ഒന്ന് വേഗം കൊടുത്ത് മാറി വെച്ചുകളായി. ഖുർആനും സ്വലാത്തും. 3ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, മഹാനായ ഖിദ്ർ നബി അലൈഹി സ്വലാമിന്റെ ദുആയുടെ ഫളീലത്ത് പറഞ്ഞെടുത്ത് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒക്കെ ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിരുന്നു. വസ്വാസിൽ നിന്ന്, മനസ്സിന്റെ ആശങ്കകളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരമാകാൻ അത് നല്ലതാണ്. എന്തെന്നറിയാമോ? അതിൻ്റെ അകത്ത് പറയുന്നത് ബിസ്മില്ലാഹി
മാഷാ അല്ലാഹ് ലാ യസൂഖുൽ ഖൈറ ഇല്ലല്ലാഹ്. എന്താണ് പറയുന്നത് അറിയാം? എല്ലാം ശ്രദ്ധിച്ചു നോക്കി. ചായ, കടി, മറ്റു ചിന്തകളൊക്കെ കളഞ്ഞിട്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിരിക്കും. അർത്ഥം ഓർമ്മിച്ച് വെച്ചോണം. എങ്കിലേ ഏതൊരു കാര്യത്തിൻ്റെ അർത്ഥം അറിയുമ്പോഴാണ് നമുക്കതിൻ്റെ പവർഫുള്ളായിട്ട് ചെല്ലാൻ പറ്റും. എല്ലാ ദിവസവും നിങ്ങൾ വിദ്യാർത്ഥികൾ രാവിലെയും വൈകിട്ടും ചെയ്യുന്ന കാര്യമാണ്. തത്തമ്മേ പൂജ പൂജ, അപ്പോൾ തത്തമ്മ എന്തേലും പറയും പൂജ പൂജ. തത്തമ്മേ ലായില്ല, അപ്പോൾ തത്തമ്മ എന്തേലും പറയും ലായില്ല. അത് കാര്യമില്ല. പിന്നെ എന്താണ് കാര്യം? അർത്ഥം പറഞ്ഞ് മനസ്സാന്നിധ്യത്തോടെ ഇത് പറയണം. എന്താണെന്നറിയോ? ബിസ്മില്ലാഹി മാഷാ അല്ലാഹ്. എന്താണ് അർത്ഥം? ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമം കൊണ്ട്, മാഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചത്. അല്ലാഹ് ഉദ്ദേശിച്ചത് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഖാൻ എന്ന സങ്കല്പമുണ്ട്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹു ഖാൻ എന്ന് പറയുന്ന ആ ജുംലയുടെ പൂർത്തീകരണം വരും. എന്ന് പറഞ്ഞാൽ അല്ലാഹ് ഉദ്ദേശിച്ചത് നടക്കും. അതങ്ങോട്ട് മനസ്സിൽ കയറുമ്പോൾ തന്നെ ശൈത്താൻ അവിടെ നിന്ന് ഇറങ്ങിയേ പറ്റൂ. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ തിരുനാമം കൊണ്ട് അല്ലാഹ് ഉദ്ദേശിച്ചതേ നടക്കുകയുള്ളൂ. അതാണ് ബിസ്മില്ലാഹി മാഷാ അല്ലാഹ്. അത് 4 വരികളിലും ആവർത്തിച്ചു വരും. ഫസ്റ്റ് സ്റ്റെപ്പ് അതാ. അടുത്ത പോയിന്റ്, ലാ യസൂഖുൽ ഖൈറ ഇല്ലല്ലാഹ്. എന്താണ് അർത്ഥം? ലാ യസൂഖു, കൊണ്ടുവരികയില്ല, നയിച്ചു കൊണ്ടുവരികയില്ല. സാഖ യസൂഖു സായിഖ്, ഡ്രൈവർക്ക് അറബിയിൽ പറയുന്ന സായിഖ് എന്നാണ്. സിയാഖ് എന്താ അർത്ഥം? തെളിച്ചു കൊണ്ടുവരിക, വലിച്ചുകൊണ്ടുവരിക. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ, അല്ലാഹു തഖ്വ ചെയ്തവരെ സ്വർഗ്ഗത്തിലേക്ക് നയിച്ചു കൊണ്ടുവരപ്പെടും. അവിടെ സാഖ യസൂഖു എന്ന പ്രയോഗം നടത്തിയത്. ആ വാക്കാണ് ഇവിടെ. ലാ യസൂഖുൽ ഖൈറ, നന്മയെ തെളിച്ചു കൊണ്ടുവരികയില്ല, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. ഒരു പ്രധാനപ്പെട്ട പോയിന്റാ. നന്മ കൊണ്ട് തരുന്നതാരാ? അല്ലാഹുവാണ്. അല്ലാഹുവാണ് നന്മ കൊണ്ട് തരുന്നത്. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ യസൂഖുൽ ഖൈറ ഇല്ലല്ലാഹ്. ഒന്നാമത്തെ പോയിന്റ്. 2 അതുപോലെ ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ യസ്രിഫു സൂഅ ഇല്ലല്ലാഹ്. ലാ യസ്രിഫു, തിരിച്ചു വിടുകയില്ല. صرف يصرف صرفا فهو صارف يا مصدف القلوب صدف قلبي إلى طاعتك. ഹൃദയങ്ങളെ തിരിക്കുന്നവനെ, എൻ്റെ ഹൃദയത്തെ നിന്റെ താഴത്തിലേക്ക് നീ തിരിച്ചു വെക്ക് എന്ന് പറയുന്നുണ്ടല്ലോ. സറഫ, അല്ലാഹുമ്മ സ്രിഫ് അന്നാ ബലാഅൽ ലൈലി കമാ സറഫ്ത അന്നാ ബലാഅൻ നഹാർ. രാത്രിയുടെ ബലായിനെ എന്നിൽ നിന്ന് നീ തിരിച്ചു വിടണേ, പകലിന്റെ ബലായിനെ തിരിച്ചു വിട്ടതുപോലെ. അപ്പൊ ഇവിടെയും ലാ യസ്രിഫു സൂഅ, ഏതൊരു ദൂഷ്യത്തെയും ഏതൊരു നാശത്തെയും തിരിച്ചു വിടുകയില്ല, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. രണ്ടുമായി. നന്മകൾ ഏത് വരണോ അല്ലാഹു തരണം. നന്മകൾ തരുന്നവൻ അല്ലാഹുവാണ്, തിന്മകളെ തിരിക്കുന്നവനും അല്ലാഹുവാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നന്മകൾ തരുന്നവനും അല്ലാഹ്. പിന്നെ നമ്മൾ എന്തിന് ടെൻഷൻ? ഖൈരിഹി വശദ്ദിഹി മിനല്ലാഹ്. എന്ത് വന്നാലും തറയിൽ കൂടെ വരും. അല്ലാഹ് അറിഞ്ഞിട്ട് വരൂ. ഒരു ഇല പോലും മേളിലിരിക്കുന്നവൻ അറിയാതെ നമ്മൾക്ക് വരുന്നില്ല, ഇല പോലും ചലിക്കുന്നില്ല. അപ്പൊ നമുക്ക് സമാധാനത്തിന്റെ വാക്ക് അല്ലാഹു തരുന്നതാ. എന്തും നന്മ തരണോ അല്ലാഹ് തരും, തിന്മ വരണോ അതും അല്ലാഹു അതിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കും. അപ്പൊ അല്ലാഹുവേ, നീ നന്മയിലേക്ക് അടുപ്പിക്കണേ, നന്മ തരണേ, തിന്മ തിരിച്ചു വിടണേ. അടുത്ത 3-ാമത്തെ പോയിന്റ്, ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് മാ കാന മിൻ നിഅമതിൻ ഫമിനല്ലാഹ്. മാ കാന, എന്താർത്ഥം? മാ കാന, ഉണ്ടായ ഒന്ന്, മിൻ നിഅമത്തിൻ, നിഅമത്തിനാൽ ഉണ്ടായ ഒന്ന്. എന്ത് നിഅമത്തുകളാ ഉണ്ടായത്? നമ്മൾ കുഞ്ഞുനാൾ മുതൽ ഇതുവരെ നമുക്ക് ദിനേന വന്ന് നമ്മളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പരകോടി നിഅമത്തുകളെല്ലാം ഫമിനല്ലാഹ്, അത് അല്ലാഹുവിൽ നിന്നാണ്. മാ കാന മിൻ നിഅമതിൻ ഫമിനല്ലാഹ്, എല്ലാം അല്ലാഹുവിന്റെ നിഅമത്തുകളാണ്, അല്ലാഹു തരുന്നതാ. 3-ാമത്തെ പോയിന്റ്,
4 ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു അക്ബർ. ഈമാനിന്റെ സമ്പൂർത്തീകരണമാണ് അവിടെ നടക്കുന്നത്. എന്താണെന്നറിയാമോ? അള്ളാഹുവിൻ്റെ ഖദറിനെ ഖലായിനെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന വർത്തമാനമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞത്? പിന്നെ എന്താണ്? ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അർത്ഥം എന്താണ്? നമ്മൾ ഒരുപാട് പ്രാവശ്യം അത് പറയലുണ്ട്. അഹിയാൽ സ്വലാ ഹിയാൽ ഫല പറയുമ്പോൾ നമ്മളിത് പറയലുണ്ട്. ലാ ഹൗല ലേഹ്യം എന്നാണ് ഇതിനെ സംബന്ധിച്ച് മഹാനായ തഴവ ഉസ്താദ് പറയുന്നത്. മരണമല്ലാത്ത 99ഓളം മാരക രോഗങ്ങൾക്ക് ശമനത്തിൻ്റെ സിദ്ധൌഷധമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എന്താണ് എൻ്റെ അർത്ഥം എന്നറിയാമോ? ലാ ഹൗല വലാ ഖുവത, നമുക്ക് തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കൽ സാധ്യമല്ല. വലാ ഖുവത, നന്മകൾ ചെയ്യാനുള്ള ശക്തിയില്ല. ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. അല്ലാഹു അക്ബർ. അപ്പൊ നമ്മൾ അവിടുത്തെ പ്രസ്താവനകൾ പൂർത്തിയാകൽ. ഈ സമ്പൂർണമായ 4 വചനങ്ങളാണ് ഖിദ്ർ നബി അലൈഹി സ്വലാം പഠിപ്പിക്കുന്ന ദുആ. ഈ ദുആയാണ് മഹാനായ ഖിദ്ർ നബി അലൈഹി സ്വലാം ഇല്യാസ് നബി അലൈഹി സ്വലാമും നമ്മളെ സൂറത്തുൽ കഹ്ഫിന്റെ അവസാനം പറഞ്ഞ സദ്ദിന്റെ അടുക്കൽ വന്നിട്ട് അവർ ചെല്ലി പിരിയുമെന്ന് പറഞ്ഞ മഹത്തായ വചനം അതാണ്. അപ്പൊ ഓർമ്മയുണ്ടല്ലോ എന്തായിരുന്നു? ബിസ്മില്ലാഹി മാഷാ അല്ലാഹ്. എന്താ അർത്ഥം? ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമമുണ്ട്. മാഷാ അല്ലാഹ്, അള്ളാഹ് ഉദ്ദേശിച്ചതേ ഉണ്ടാവും. ലാ യസൂഖുൽ ഖൈറ ഇല്ലല്ലാഹ്. എന്താർത്ഥം? നന്മകളെ കൊണ്ടുവരുന്നത് അല്ലാഹ് മാത്രമാണ്. എന്താർത്ഥം? അള്ളാഹു മാത്രമാണ്. രണ്ടാമത്തെ പോയിന്റിൽ ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമമുണ്ട്. മക്കാൻ, ബിസ്മില്ലാഹി മാഷാ അല്ലാഹ്, അള്ളാഹ് ഉദ്ദേശിച്ചതേ ഉണ്ടാവുള്ളൂ. ലാ യസ്രിഫു സൂആ, തിന്മകളെ തിരിച്ചുവിടൂല. ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ. പിന്നെ മൂന്നാമത്തത് മാകാന മിൻ നിഅമത്തിൻ, ഉണ്ടായ അനുഗ്രഹങ്ങളെല്ലാം ഫമിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നാണ്. നാലാമത്തെ പോയിന്റ് ലാ ഹൗല, ഒരു തെറ്റലുമില്ല. എന്തിന്റെ തെറ്റല്? തെറ്റുകളിൽ നിന്നുള്ള തെറ്റൽ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ അള്ളാഹിന്റെ തൗഫീഖ് വേണം. വലാ ഖുവത, ഒരു ശക്തിയുമില്ല. എന്തിനുള്ള ഖുവത്ത്? നന്മ ചെയ്യാനുള്ള താഴത്തെ ഖുവത്തില്ലേ, അത് എവിടുന്ന് വരണം? അള്ളാഹുവിൽ നിന്ന് വരണം. ഈ കാര്യമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇത് നമ്മൾ 3 പ്രാവശ്യം നമ്മളെ മൈൻഡിൽ കയറ്റണം എന്നാ പറയണത്. രാവിലെ ഒഴിഞ്ഞ ഹൃദയത്തോടുകൂടെ, ഖാലിദിഹിനോടുകൂടെ നമ്മുടെ ഹൃദയത്തിൽ ഈ പോയിന്റുകൾ അടിച്ചുറപ്പിച്ച് വെക്കണം. ശൈത്താന് ചാൻസ് ഇല്ലാത്ത വിധം, ശൈത്താന് അവസരമില്ലാത്ത വിധം ഈ പോയിന്റുകൾ നമ്മുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ റൈറ്റ് ചെയ്ത് വെക്കണം. അതെപ്പോഴും നമ്മുടെ തലമണ്ടയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അതിൻ്റെ സുന്ദരമായ അരുണോദയങ്ങൾ. എന്താണ്? പടച്ച റബ്ബ് തീരുമാനിച്ച് എന്ന് നടക്കൂ. ശൈത്താൻ പറയണം അങ്ങനെ വരും ഇങ്ങനെ വരും, ഇപ്പൊ എന്തരാ? ഒന്നും ആവില്ല. അള്ളാഹ് നിശ്ചയിച്ചതാവും. എന്തരാവും? അള്ളാഹ് നിശ്ചയിച്ചതാവും. എന്ത് വരും? അള്ളാഹ് നിശ്ചയിച്ചത് വരും. എന്ത് പോകും? അള്ളാഹ് നിശ്ചയിച്ചത് പോകും. നന്മ വരണോ? അള്ളാഹു വേണം. തിന്മ തടയണോ? അള്ളാഹു വേണം. ഏത് നിഅമത്തും അള്ളാഹുവിൽ നിന്ന്, ഏതും തിരിച്ചു വിടണമെങ്കിൽ അള്ളാഹു. അപ്പൊ എന്ത് വേണം? വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീആ, പടച്ച റബ്ബിന്റെ പാശത്തെ മുറുകെ പിടിക്കുക. വമൻ യഅ്തസിം ബില്ലാഹ്, അല്ലാഹനെ ആര് മുറുകെ പിടിക്കുന്നുവോ ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം, അവരിങ്ങനെ ശരിയായ പാശത്തിലൂടെ, വഴിയിലൂടെ മുന്നോട്ട് പോകും. അള്ളാഹുവിനെ റസൂലിനെ മുറുകെ പിടിക്കാനുള്ള നല്ല വഴി എന്താ? ഇതുപോലത്തെ മജ്ലിസിനെ മുറുകെ പിടിക്കലാണ്. എവിടെ ചെന്നാൽ മുറുകെ പിടിക്കാൻ പറ്റും? അള്ളാഹുവിന്റെ റസൂലിനെയും അള്ളാഹുവിന്റെ വചനങ്ങൾ എവിടെ കേൾക്കാം? ഖുർആനെ ഹദീസിനെ എവിടെ കേൾക്കാം? ദീനിന്റെ വർത്തമാനങ്ങൾ എവിടെ കേൾക്കാം? സലാത്തിന്റെ, ദിക്റിന്റെ, സലാമിന്റെ മജ്ലിസ് എവിടെയുണ്ട്? ഇവിടെ ഉണ്ട്. നമ്മുടെ സ്വന്തം സ്ഥാപനത്തിൽ നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ വളർത്തുന്ന, ഇതിൽ അലസപ്പെടാതെ, ഒന്നും മിസ്സാക്കാതെ എല്ലാ ആഴ്ചയും നമ്മൾ വന്നിരുന്ന് ഗൗരവത്തോടു കൂടി ഓരോ കാര്യങ്ങൾ പറഞ്ഞു കേട്ടും ചിന്തിച്ചു പോകുമ്പോൾ നിങ്ങളൊരു വലിയ ചുമടുമായിട്ടാണ് വന്നത്. ഞാനും നിങ്ങൾ ഇപ്പം നമ്മുടെ തലയിൽ ചുമട് കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറെ ഈമാന്റെ വർത്താനം കേട്ടപ്പോൾ സഹാബത്തിന്റെ ഗുണം അതായിരുന്നു. പരസ്പരം കണ്ടുമുട്ടുമ്പോൾ കുറച്ചിരിക്കും, നമുക്ക് ഈമാനെ കുറിച്ച് സംസാരിക്കാം. ഒന്നിരുന്നാണി വരുത്തിരുന്നാണി, നമുക്ക് ഈമാനെ കുറിച്ച് പറയാം. ഇന്നിരുന്നാണി നമ്മൾ ഇച്ചിരി രാഷ്ട്രീയം പറയാം, ഇച്ചിരി ഇരുന്നാണി ഇച്ചിരി സ്പോർട്സ് പറയാം, ഇച്ചിരി ഇരുന്നാണി നമുക്ക് സിനിമാ കഥ പറയാം, ഇച്ചിരി ഇരുന്നാണി എന്തെങ്കിലും ഫിത്ന ഫസാദും ഗീബത്തും പറയാം. അങ്ങനെയല്ല, ഇച്ചിരി ഇരുന്നാണി ഈമാനെ കുറിച്ച് സംസാരിക്കാം. ഹബീബ് എങ്ങനെയുണ്ട്? ഹബീബ് ഈമാന്റെ അവസ്ഥ? ഈമാൻ ബലഹീനമാണ്. കുഴപ്പമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കേട്ടും ചിന്തിച്ചും നമ്മുടെ ഈമാൻ പവർഫുള്ളായി. ആ ഒരു പവർഫുള്ളുമായിട്ട് ഈ ആഴ്ച നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ അടുത്ത ആഴ്ച വരെ അതിൽ പിടിച്ചു നിന്ന് ഖുർആനോദലായി, സലാത്തായി, സിക്റായി, അടുത്ത ആഴ്ച നമുക്ക്
കണ്ണ് കോഞ്ഞാട്ടയാവും. അപ്പം എന്ത് ചെയ്യും? വീണ്ടും ഇവിടെ വരും. ഇവിടെ വന്ന് പറഞ്ഞു കേട്ടും ഖുർആൻ കേട്ട് ഹദീസ് കേട്ട് ശാസ്ത്രം കേട്ട് എല്ലാം കേട്ടപ്പോൾ അള്ളാഹിൻ്റെ ഖുർആനും ദീനും എത്ര സമഗ്രമാ, എത്ര സുന്ദരമാ, എത്ര മനസമാധാനമാ. പലപ്പോഴും പല രക്ഷാത്താക്കളും പറയും, മജ്ലിസിൽ വന്നിരുന്നിട്ട് ഖുർആൻ കേട്ടിട്ട് സംസാരം കേട്ടിട്ട് ദീന് കേട്ടിട്ട് ദുആ കേട്ടിട്ട് ഇവിടുന്ന് സലാത്ത് സലാം പറഞ്ഞ് ഇറങ്ങിപ്പോയാൽ വല്ലാത്ത ആശ്വാസം. സലാത്ത് മുടങ്ങിയപ്പോൾ വല്ലാത്ത വിഷമായിപ്പോയി എന്ന് പറയലുണ്ട്. അത് ഒരുപാട് മനസ്സുകൾക്ക് അള്ളാഹു വെച്ചിരിക്കുന്ന സമാധാനമാണ്, ആശ്വാസമാണ്. അത് എനിക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഉള്ളതാ. ഒരാഴ്ച മജ്ലിസിൽ ഇല്ലാതിരുന്ന് നോക്കിയിട്ട് നമുക്ക് നല്ലോലെ മിസ് ചെയ്യും. അള്ളാഹു നമുക്ക് മുടങ്ങാതെ നമ്മുടെ മജ്ലിസിനെ കൊണ്ടുപോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുക്കുകയാണ്. വാഹു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.